അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പെരയിലൊക്കെ എത്തിയല്ലോ. അപ്പം ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാമല്ലേ. അപ്പോൾ എങ്ങനെ ഏതായാലും രാവിലെ തന്നെ നമ്മൾ ചൂടുന്നത് ഇപ്പം ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടൊക്കെ കുറച്ച് ചുട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നിങ്ങനെ ഓർമ്മയത്. അപ്പോൾ ഏതായാലും ഞാൻ നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് നല്ല തിളച്ച വെള്ളമൊക്കെ പാർന്ന് എന്നും കാട്ടണ പോലെ തന്നെ കേട്ടോ. നമ്മൾ നൂൽപുട്ട് ചൂടുന്നൊക്കെ നമ്മൾ നല്ല തിളച്ച വെള്ളം പാർന്ന് ഉപ്പിട്ട് കുഴച്ച് ആക്കലാണല്ലോ. അപ്പം ഇനി വേറൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നൂൽപുട്ട് ചൂടുന്നത് നമ്മൾ ഇഡലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒറ്റയടിക്കൊക്കെയാണ് കഴിഞ്ഞോളൂ, അല്ലെങ്കിൽ മൂന്നെണ്ണല്ലേ പോവുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് വെള്ളം എറിയിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നാലാ വൈക്കും ഇങ്ങനെ പീച്ചി പോണത് കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല, എല്ലായിടത്തും കൂടി ആക്കണം. അങ്ങനെ അങ്ങോട്ട് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ എല്ലാതും നമുക്ക് പീച്ചി എന്താട്ടാ നമ്മൾ ഇഡലിൻ്റെ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇറക്കി വെക്കുന്നത്. മറ്റേതാവുമ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കൽ. അപ്പോൾ ഇതാകുമ്പോൾ എന്താണെന്നറിയോ, വേഗം പണിയൊരുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കുറച്ച് കൂടിയിരിക്കണം, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെയായത്. പിന്നെ 2 തട്ടിൽ ഞാൻ പീച്ചിട്ടുള്ളൂ കേട്ടോ. 2-3 പീച്ചി കഴിഞ്ഞ ഒപ്പം വെച്ചാൽ എന്താട്ടോ അത് അതിൻ്റെ ഇതിമ പിടിച്ചു. അപ്പോൾ പിന്നെ തമ്മ് ഒട്ടൂലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ 2 മാത്രം പീച്ചിയത് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളെ നൂൽപുട്ടൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിക്കണ്. നല്ല സോഫ്റ്റായ പുട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് വെള്ളം എറിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടോ. അപ്പോൾ എന്ന് ഈ ചായക്ക് വെള്ളം വെക്കണ കണ്ട് ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ ഈ ചായക്ക് വെള്ളം വെക്കണല്ലേ കണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞാൻ പറഞ്ഞു, എന്ന് ഈ രാവിലെ ചായക്ക് വെള്ളം വെക്കണ മാറ്റി പിടിച്ചൂടെ എനിക്ക്. അങ്ങനെ നമ്മളിന്ന് മാറ്റി പിടിച്ചാണ്. പിന്നെ നമ്മൾ നൂൽപുട്ടൊക്കെ ചാറുണ്ടാക്കിയത് കേങ്ങാണ് കേട്ടോ. കേങ്ങും തക്കാളിയും പിന്നെ മുളകും മഞ്ഞളും ഉപ്പും പെരിഞ്ചീരകമൊക്കെ ഇട്ട് കുത്തി ഒടിച്ച് കണ്ട് തൂമിച്ച അത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്കണേ. പിന്നെ ഞാനത് പഞ്ചാരയും ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പഞ്ചാര ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പഞ്ചാര ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ എന്താണെന്നറിയോ, ഇങ്ങനെ ഇളക്കിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതാകുമ്പോൾ ചായപ്പൊടി കൂടി ഒന്ന് ഇതായി വരുമ്പോഴത്തേന് പഞ്ചാര ഒരുക്കും ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ചൊക്കെ കത്തിച്ച് ചോറ്റിന് വെള്ളം വെച്ചേക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ചോറ്റിന് വെള്ളമൊക്കെ വെച്ചോക്കണം, തിളച്ച് വന്നിക്കണേ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി വെച്ചപ്പോൾ തന്നെ തിളച്ചോന്ന് കരുതാണ് കേട്ടോ. നമ്മളതിൻ്റെ അപ്പം വേറെ പണികളൊക്കെ എടുത്തിക്കണേ. അടിച്ചു വരലും തുടക്കണം, പാത്രം മോറലും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം വെച്ചിങ്ങനെ മിറ്റടിച്ചു വരാനൊക്കെ പോയി വന്നപ്പോഴത്തേനാണ് നമ്മൾ ചോറ്റിന് വെച്ച വെള്ളം തിളച്ചത് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ടിക്കണേ. ഇനി നമ്മൾ അതിന് കുറച്ച് വെള്ളം ഞാനത് മുക്കിയെടുത്തിക്കണം കേട്ടോ. ഇനി പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും പാരാലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിലിങ്ങനെ ഒരു കുറുമ്പ് ഇങ്ങനെ കണ്ടിട്ടോ, ഓലക്കൊടിൻ്റെതാ തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് എടുത്തിട്ടിക്കണേ. അങ്ങനെ ഇനി നമ്മളെ ചോറ് അവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ കുടി പോയി വന്നുകൊണ്ട് തന്നെ ഒരു സാധനമില്ല കേട്ടോ. വെല്ലുള്ളിയും തക്കാളിയും ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ വിരുന്ന് പോകുമ്പോൾ അവിടെ വാങ്ങി വെച്ച് പോയിട്ട് കാര്യമല്ലല്ലോ. ഒക്കെ വരുമ്പോഴത്തേന് നാശമാകും. തക്കാളിയും ഉള്ളിയൊക്കെ ഉള്ളി പിന്നെ നോക്കുകയും കാരണം തക്കാളിയൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ഞാൻ എന്താട്ടി ഉള്ളിയും തക്കാളിയൊന്നും ഇല്ല, ഒക്കെ ഒന്ന് വാങ്ങാൻ പോകണം. ചെറുക്കാൻ പോകുമ്പോൾ വലിയ പോകുമ്പോൾ അവരൊപ്പം പോകാമെന്നൊക്കെ എത്തി. അപ്പോൾ അവന് ചോറ് കൊണ്ടാണ് കേട്ടോ കടയിലേക്ക് പോണത്. അപ്പോൾ അവന് പോകുമ്പോൾ ചോറ് വേണം. അപ്പോൾ അതിന് ഞാൻ 2 കേങ്ങ് ഉണ്ടായി കേട്ടോ. ആ ഒരു കേങ്ങും പിന്നെ തക്കാളി ഇല്ല, ഇനി തക്കാളി ഞാൻ അയലൊക്കത്തു നിന്ന് തക്കാളി വാങ്ങിയിട്ട് തക്കാളിയും കേങ്ങും പാടെ വാട്ടിയതാണ് കേട്ടോ ഇന്ന് കൂട്ടാനും. അപ്പോൾ ഇന്ന് ഉള്ളി കൂട്ടാനും തക്കാളി കൂട്ടാനും നല്ല ഒന്ന് മാറ്റി പൊടിച്ചിക്കണേ. കേങ്ങും തക്കാളിയും വാട്ടിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറൊന്ന് വെന്തിക്കണം നോക്കി പിന്നെ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അങ്ങാടിക്കാണ് പോകണം, സാധനങ്ങളൊക്കെ വാങ്ങും വേണം. അപ്പോൾ ഒരു സാധനം ഇല്ലാഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മളെ ഗ്യാസും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. പിന്നെ അങ്ങാടി പോയി എന്നാൽ പിന്നെ നേരം പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഗ്യാസും നമ്മളെ വീതനയും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കണേ. ഇനി നമുക്ക് എന്താട്ടോ ചോറൊന്ന് വെന്തുക്കണോ നോക്കിയിട്ട് നമുക്കതൊന്ന് ഊറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ചോറൊന്നുകൂടി വന്ന് നോക്കാണ് കേട്ടോ വെന്തുക്കണോ എന്നുള്ളത്. അപ്പോൾ ചോറ് ഒന്ന് ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താട്ടി ഓന് കൊണ്ടകാല്ലേ മാത്രം ഞാൻ കൊട്ടക്കായലിലൊന്ന് ഊറ്റി എടുത്തേക്കാണ് കേട്ടോ. ബാക്കി ഞാനത് വാർത്ത് വെക്കാമെന്ന് വിചാരിച്ചു.
ഇങ്ങനെ ഊറ്റിക്കുമ്പോഴത്തേന് നേരം വെക്കൂല. അങ്ങനെ ചോറ് ഞാൻ വാർത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതിന് കുറച്ച് കഞ്ഞിക്ക് മുക്കീനി. പിന്നെ മക്കളൊക്കെ അല്ലേ ഇത് സ്കൂള് എന്നും ഇല്ലാത്ത എന്നത്താണ് കേട്ടോ, മിഞ്ഞാന്നത്തെ വീഡിയോ ആണ്. പിന്നെ നമ്മൾ ഇതാക്കണേ, നിങ്ങളൊക്കെ പറഞ്ഞിനി കുക്കറിന് കജ്ജില്ല, നമ്മൾ മീൻ ചട്ടിക്ക് കജ്ജില്ല, അതിനൊക്കെ കജ്ജ് വെച്ചൂടെ, 40 ഉറുപ്പ്യ ഉള്ളൂ എന്നൊക്കെ. ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും അങ്ങാടിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അത് കൊണ്ടുപോകാം. അപ്പോൾ ഈ ചട്ടിക്ക് ഇപ്പോൾ ഞാൻ കജ്ജിടണില്ല കേട്ടോ, കാരണം ഇത് ഇട്ടിട്ട് കാര്യമല്ല, ഈ ചട്ടി ആകെ നാശമായിക്കണം. ഇനി നമുക്ക് പുതിയതൊന്നും വാങ്ങാം. പിന്നെ ഞാൻ പപ്പടം പൊരിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഓന് ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുക്കറിനും മീൻ ചട്ടിക്കൊക്കെ നമ്മൾ കജ്ജിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ് അതിനൊക്കെ ഒരു കൈയിട്ടൂടെ, എന്താ പറ്റ നാശമായിക്കണമല്ലോ, 40 ഉറുപ്പ്യല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് കേൾക്കാതെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളല്ലേ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നിങ്ങൾ പറഞ്ഞ് കേട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതേതായാലും കൊണ്ടുപോവുകയാണ്. പിന്നെ ഓന് ഇതാക്കണ് ചോറ്റിൽ കൂട്ടാനൊക്കെ ആക്കിക്കണം കേട്ടോ, നിറച്ചും കൂട്ടാനാക്കിക്കണേ. അതിൻ്റെ ഓൻ പറഞ്ഞ് കുറച്ച് തോനിട്ടളി മാറണം. അങ്ങനെ കൂട്ടാൻ വെച്ച് 2 പപ്പടം വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ മീനൊന്നുമില്ല, മീനൊക്കെ ഇപ്പം ഇനി വന്നിട്ടും വേണം, കുറച്ച് കഴിഞ്ഞിട്ടേ മീനൊക്കെ വരുള്ളൂ. അങ്ങനെ ഓനുള്ള ചോറാക്കി. പിന്നെ കുക്കറും പിന്നെ നമ്മൾ ഈ മീനിൻ്റെ ചട്ടി കവറിലാക്കി വെച്ചു. അപ്പോൾ ഞാൻ അങ്ങാടിയിലൊക്കെ പോയി വന്നു കേട്ടോ. പിന്നെ അങ്ങാടിക്ക് പോണ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ കണ്ടില്ല നമ്മളെ കുക്കറിനൊക്കെ കജ്ജി വെച്ചപ്പോണ്ടല്ലോ നല്ല ചൊർക്ക്. കുക്കറിനും അതേമാതിരി നമ്മൾ മീൻ ചട്ടിക്കൊക്കെ കജ്ജി വെച്ചപ്പോൾ എന്തോ ഒരു ചൊർക്ക് എന്നറിയാം. അപ്പോൾ ഇതിന് എത്ര ആയതെന്ന് അറിയാം, 70 ഉറുപ്പ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. കുക്കറിൻ്റെ കയ്യിന് നമ്മൾ 40 ഉറുപ്പ്യം, മറ്റേന് 30 ഉറുപ്പ്യാണ് കേട്ടോ. അങ്ങനെ 70 ഉറുപ്പ്യാണ് ആയത്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി, കേങ്ങും തക്കാളിയും വല്ലുള്ളിയും ജീരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു കാബേജും പിന്നെ പയറും. ഈ കാബേജും പയറും മാത്രമേ നമ്മളെ മക്കൾ വലിയ തൃപ്തിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കാബേജും പയറും മാത്രം വാങ്ങിയത് കേട്ടോ. വേണ്ടല്ലോ, നമ്മൾ ഉള്ളിക്കൊട്ടയൊക്കെ കാലി ആയിക്കണേ. പിന്നെ ഒക്കെ നമ്മൾ ഉള്ളിക്കൊട്ടയൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഇതാക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ മീൻകാരക്കാക്ക വന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്താട്ടി മീൻ വാങ്ങിക്കണേ, ബ്രാല വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ നല്ല വലിയ തന്തപ്പൊടി ബ്രാലാണ് കേട്ടോ. പിന്നെ ഒരു അയിലും ഒരു നല്ല CD മുള്ളനും അതും പാടെ നമുക്ക് ഇട്ട് നിൽക്കണം കേട്ടോ. അത് രണ്ടും വെറുതെ തന്നാണേ. പിന്നെ നമ്മൾ മീനൊക്കെ നന്നാക്കി മുളകും മഞ്ഞളും ഉപ്പും 2 വെളുത്തുള്ളിൻ്റെ പോണയും ഇഞ്ചിൻ്റെ ഒരു കണ്ടവും ഒക്കെ കുത്തി ചതച്ചിട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കണം, കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മുളകും ഇതൊക്കെ നല്ലോണം ഒന്ന് തിരുമ്പി വെച്ചിക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മീൻ ചട്ടി തന്നെ പൊരിച്ച കജ്ജൊക്കെ വെച്ച ചട്ടിയല്ലേ, അപ്പോൾ ഒന്ന് നമുക്ക് ഉദ്ഘാടനം കഴിച്ചണല്ലോ. ഇപ്പം ഉണ്ടല്ലോ നല്ല സുഖമുണ്ട് കേട്ടോ. കണ്ടല്ലേ, അത് കജ്ജ് പിടിച്ചിട്ട് അത് തിരിച്ചെടുത്താൽ മതി. നല്ല എളുപ്പം, എണ്ണയൊക്കെ ഉണ്ടല്ലോ 4 ഭാഗവും ആകണുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്താൽ മതി. എന്താ ഇപ്പോൾ കാട്ടണേ, മറന്നതാണ്. പിന്നെ അപ്പോൾ മറവിപ്പോൾ മാറിയത് ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ മാറിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും നമ്മൾ കുക്കറിനും മീൻ ചട്ടിക്കൊന്നും കൈയിടൂല. അങ്ങനെ ഏതായാലും മീനൊക്കെ നമ്മൾ നിരത്തി വെച്ചിക്കണ്. ബാക്കിയുള്ള മുളകും ഞാൻ മീനിൻ്റെ വേലക്കൊന്ന് നിരത്തി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മീനൊക്കെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ചട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഫോണ് കജ്ജിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ പിന്നെ ഫോണവിടെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ മീനൊക്കെ മറിച്ചിട്ടെടുത്തു. അപ്പോൾ മീനൊക്കെ അങ്ങനെ വേകട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരട്ടോ ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.